നമസ്കാരം. ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഷാഹി അബി റൈറ്റർ, നവാഗതനായിട്ടുള്ള ജിത്തു ഷഫ് സംവിധാനം, പ്രൊഡക്ഷൻ മാർട്ടിൻ പ്രകേട്ട്, കുഞ്ചാക്കോബൻ, പ്രിയാമണി, വിശാഖ് നായർ തുടങ്ങി നല്ലൊരു കാസ്റ്റും ഉണ്ട്, ജഗദീഷ്. സോ നമുക്ക് ഇതിലാദ്യം തന്നെ ഇപ്പോൾ റൈറ്റർ എന്ന് നോക്കാം. ഷാഹി കബീർ. ഷാഹി കബീറിൻ്റെ ആദ്യത്തെ പടം ജോസഫ്, രണ്ടാമത് നായാട്ടാൾ എഴുതി, മൂന്നാമത് എഴുതി സംവിധാനം ചെയ്തത് ഇലവിഴ കുഞ്ചിറ. ഇപ്പോൾ പ്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ മാർട്ടിൻ പ്രകാട്ടിൻ്റെ ഉദാഹരണം സുജാത, ചാർലി, നായാട്ട്, ഇരട്ട ഇതൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ടീം ഇപ്പോൾ ആരായാലും, ഇപ്പോൾ റൈറ്റർ ആയാലും പ്രൊഡ്യൂസർ ആയാലും തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള നല്ല ഉഗ്രം പടങ്ങൾ തന്ന ടീമാണ്. സോ അതുകൊണ്ട് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. ഇപ്പോൾ ഡയറക്ടറുടെ കാര്യം പറയാൻ പോകുന്നു. ഇപ്പോൾ ഡയറക്ടറുടെ കേസാണെങ്കിലും ആള് ഈ പറഞ്ഞ നായാട്ടിലും ഇലവിഴ പുഞ്ചിറയിലും ഇരട്ടയിലും ഒക്കെ നല്ല എന്താ പറയുക, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന റോൾ ചെയ്ത ഒരു നടനാണ്. അതുപോലെ തന്നെ ഈ പടങ്ങളിലൊക്കെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറും കൂടിയായിരുന്നു. ഇതുപോലൊരു ടീമിൻ്റെതാണ് ഈ ഓഫീസർ ഓൺ ഡ്യൂട്ടി പടം വരുന്നത്. സോ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് വരുമ്പോൾ ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ വെച്ചിട്ട് തിയേറ്ററിൽ വെച്ച് വളരെയധികം എൻജോയ് ചെയ്ത് കണ്ട, വളരെയധികം ഇഷ്ടപ്പെട്ടൊരു പടമാണ്. നല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്ത നല്ല ഉഗ്രം പടം. ഇപ്പം അങ്ങനെ തന്നെ എനിക്ക് പറയാൻ തോന്നുന്നുള്ളൂ. ഇപ്പോൾ നല്ല റൈറ്റിംഗ് ഉണ്ട് ഷാഹി കബീറിൻ്റെ പടങ്ങളൊക്കെ. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതുപോലെ ടീമിൻ്റെ ഒരു പടം വരുന്നു. അപ്പോൾ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയുള്ളൂ. ആ സ്റ്റാൻഡേർഡ് അവർ മുമ്പത്തെ പടങ്ങൾ കീപ്പ് ചെയ്ത സ്റ്റാൻഡേർഡ് എന്താണ്, ആ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടൊരു പടം തന്നെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എനിവേ പോസിറ്റീവിലേക്ക് കടക്കാം. ഇപ്പോൾ പോസിറ്റീവിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ പറയാൻ തോന്നുന്നത് പെർഫോമൻസ് തന്നെയാണ്. കുഞ്ചാക്കോബൻ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു റോള്. ഇപ്പോൾ പോലീസ് റോളാണെങ്കിലും ആൾ നായാട്ടിലും അള്ളുരാമൻസിലൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലെ ക്യാരക്ടേഴ്സുമായിട്ടൊന്നും വലിയ സാമ്യതകളൊന്നും ഇല്ലാത്ത നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നുണ്ട്. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആളുടെ കരിയറിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആളുടെ ഇൻട്രോ തൊട്ട് ആളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് കാണിച്ച് ആളുടെ ലൈഫിൽ പല പല വഴി കൂടെയൊക്കെ ഇങ്ങനെ മീൻസ് ആളുടെ പല 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 സംഭവങ്ങളും നടക്കുന്നതും അത് ആ സ്റ്റേജിൽ കൂടെയൊക്കെ ഉള്ള ആളുടെ പ്രകടനങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. മീൻസ് അത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കുഞ്ചാക്കോബൻ തന്നെ പറയണം. അത്രയും കയ്യിലിരിക്കുന്ന പ്രകടനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ കയ്യിൽ നിന്ന് വന്നത്. അതുപോലെ തന്നെ റൈറ്റിംഗ് ഷാഹി കബീറാണ്. വീണ്ടും വീണ്ടും പറയാണ്, ആളുടെ എഴുത്ത് ഓൾറെഡി ആളുടെ ഫാനാണ്. ഈ പടം കൂടി കണ്ടപ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം ഇപ്പോൾ ഇതിൽ പല ക്യാരക്ടേഴ്സ് വരുന്നെങ്കിലും ഒരു ഒറ്റ ക്യാരക്ടർ പോലും എന്താ പറയുക, ഒരു ആവശ്യമില്ലാണ്ട് വന്ന് പോകണില്ല. വന്നവരെ എല്ലാവരും നമുക്ക് എന്താ പറയുക, പെർഫോമൻസ് നമ്മൾ ഓർത്തിരിക്കുന്ന ടൈപ്പിലുള്ള എഴുത്തായിരുന്നത്. അത്ര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡയറക്ഷനും നന്നായിരുന്നു. നല്ല കിഡിലും ഡയറക്ഷനായിരുന്നു അവരുടെ. പിന്നെ പെർഫോമൻസുകൾ ഇപ്പോൾ വിശാഖ് നായരുടെ പെർഫോമൻസ് പറയാം. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന പെർഫോമൻസ് വേറെ കുറേ ആക്ടേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് കുറേ പോസിറ്റീവ്സ് തന്നെ തോന്നിയിട്ടുള്ള നല്ലൊരു പടം. അതുപോലെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക് വിജയ് ബിജോയാണ്. ഓൾവേസ് അത് നന്നായി ചെയ്യും. അത് ഇതിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്കും എല്ലാം കൊണ്ടും മീൻസ് ടോപ്പ് ക്വാളിറ്റി തന്നെയായിരുന്നു പടം. പിന്നെ നെഗറ്റീവിലേക്ക് എനിക്ക് അധികം പറയാനങ്ങനെ തോന്നുന്നില്ല. എന്നാലും ഒരു പോസ്റ്റ് ക്ലൈമാക്സ് അല്ലെങ്കിൽ എന്താ ടൈലൻഡിലൊരു സീൻ വരുന്നുണ്ട്. അത് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായ പോലെ എനിക്ക് തോന്നിയില്ല. അത് കുറച്ചും കൂടി ബെറ്റർ ആക്കായിരുന്നു എന്ന് ബെറ്റർ ആക്കാനല്ല, ആ സീൻ തന്നെ ആവശ്യമില്ലാത്ത പോലെ എനിക്ക് തോന്നിയത്. അത് വരെ പെർഫെക്റ്റ് ആയിരുന്നു. അതിനുശേഷം ഒരു ആഡ് ഓൺ എന്നുള്ള പോലെ ഒരു സീൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല എല്ലാവർക്കും, അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ആ ഭാഗം ഒത്തിരി കൂടി ആവശ്യമില്ല, അത് വേണ്ടായിരുന്നു തോന്നി. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ നെഗറ്റീവിലേക്ക് വരുമ്പോൾ ഒരു നെഗറ്റീവാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും സെക്കൻഡ് ഹാഫ് ഒരു എന്താ പറയുക, ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെയാണ് പടം പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീഷേഴ്സൊക്കെ വന്നു പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ആളുടെ മുമ്പത്തെ തിരക്കഥകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വീക്കായിട്ടുള്ള തിരക്കഥയാണ് ഈ പടത്തിലെ. പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, ഒട്ടും ബോറടിക്കുന്നില്ല. സീറ്റ് ഓഫ് ദ എഡ്ജ് എന്ന് പറയുന്ന പോലെ നമ്മൾ ഇരുന്നിങ്ങനെ കാണും. അത്രയും അടിപൊളിയായിട്ട് തന്നെ പോയിട്ടുണ്ട്. പെർഫോമൻസും മേക്കിങ്ങും നല്ലപോലെ കവർ ചെയ്യുന്നുണ്ട് ആ ഭാഗം. അതായത് എന്ത് സംഭവിക്കും, അടുത്ത് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ടുള്ള പെർഫോമൻസ് ഉള്ളതുകൊണ്ട് ആ ഭാഗം കവറായി പോകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇതും വലിയ നെഗറ്റീവായിട്ടൊന്നും നോക്കാനില്ല. കാരണം ടോട്ടാലിറ്റിയിൽ നല്ലപോലെ പടം ഇഷ്ടപ്പെട്ടു, നല്ലപോലെ വർക്കായ ഒരു പടമാണ്. ഇപ്പോൾ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വർഷം ഇറങ്ങിയതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ടാണ് തോന്നിയത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല തിയേറ്ററിൽ. പക്ഷേ എന്താ പറയുക, നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. നല്ലപോലെ സാറ്റിസ്ഫൈ ആയിട്ട് ഇറങ്ങിയ പടമാണ്.
ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞു, അതായത് മുന്നത്തെ ആളുടെ പടങ്ങൾ ഇപ്പോൾ ഷാഹിബിൻ്റെ റൈറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഇലവിഴാകുഞ്ചിര ആയിക്കോട്ടെ, നായകട്ട് ആയിക്കോട്ടെ, ജോസഫ് ആയിക്കോട്ടെ, പക്കാ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരുന്നു. സിനിമാറ്റിക് എലമെൻസ് ഒക്കെ വളരെ കുറവായിരുന്നു ഈ പടങ്ങളിലൊക്കെ. പക്ഷേ ഈ പടത്തേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ടാണ് പടം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഏതൊരു പ്രേക്ഷകനും എന്താ പറയുക, കയറി ഒരു ടിക്കറ്റ് എടുത്ത് പടം കാണാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഒട്ടും ബോറടിക്കാണ്ട് നല്ലൊരു പടം കണ്ടിറങ്ങുന്ന ഒരു ഫീല്. അതായത് അങ്ങനെ ഒരു പടമാണ് കമ്പാരിറ്റീവ്ലി. അതായത് അതുകൊണ്ട് നല്ല രീതിയിൽ ആർക്കും കാണാം, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു പടം. വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ഓഫ് കുഞ്ചാക്കോ ബോബൻ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ധൈര്യമായിട്ട് പോയി കാണാം, ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. സോ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.